ഹലോ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഞങ്ങളെ പെട്ടി പാക്കിംഗ് ആണ്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ട്രിപ്പ് പോകുന്നുണ്ടെന്നല്ലേ? അല്ല, ട്രിപ്പ് ഒന്നുമല്ല കേട്ടോ, ഞങ്ങൾ നാളെ നാട്ടിൽ പോകുകയാണ്. ഇന്നത്തെ ലാസ്റ്റ് ഡേ ആണ്, ബഹ്റൈനത്തെ ലാസ്റ്റ് ഡേ ആണ് ഇന്ന്. അപ്പോൾ ഒരു വീഡിയോ എടുക്കണ്ടേ എന്തായാലും, ലാസ്റ്റ് ഡേ അല്ല, അങ്ങനെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചെടുത്തതാണ്. അപ്പോൾ എന്തായാലും പെട്ടി പാക്കിങ് തന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. 6 മാസം കഴിഞ്ഞു, 6 മാസമായിട്ടോ നാട്ടിൽ വന്നിട്ട്, അല്ല നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നിട്ട്. ഇപ്പോൾ പെട്ടിയും പാക്ക് ചെയ്യാൻ തുടങ്ങി. ഞങ്ങൾ നാളെ പോകാൻ, നാളെ നൈറ്റാണ് പോകുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വലിച്ചു ആരിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണമെങ്കിൽ ഇന്നത്തെ നൈറ്റ് ഫുള്ള് പരിപാടി ഇന്ന് തന്നെ ആയിരിക്കും. ഇവിടെ ഡ്രസ്സ് തന്നെ ഉണ്ടൊന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഇന്ന് ഒരുപാട് പണിയുണ്ട് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട്. ഇന്നലെ പറഞ്ഞിട്ടായിരുന്നു ഒന്ന് പെട്ടിയെല്ലാം സെറ്റ് ചെയ്യുന്നു. പക്ഷേ എന്താ ഒരു മടി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതാ ഊട്ടി വരുന്നുണ്ട്. വാ, നിൻ്റെ ബാഗ് നീ സെറ്റാക്ക്. നിൻ്റെ ഈ കുഞ്ഞു ബാഗ് നിൻ്റെ ഡ്രസ്സെല്ലാം നിറച്ച് വെക്കണം. വെക്കുവോ? ഇല്ല. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഒരുപാട് ടൈം വേണം. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ട് നമുക്ക് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചതാണ്. നീ തൊടണ്ടണേ, ഇവള് സമ്മതിക്കില്ല, അതാണ് പ്രശ്നം. ഇതെല്ലാം ഇന്ന് തുടച്ച് വൃത്തിയാക്കി ഞാൻ ഓപ്പൺ ആക്കുന്നത്. നീനുള്ളിൽ ഇരിക്കും. നമ്മൾ വരുമ്പോൾ ബോഡി പാസ് അതെല്ലാം എല്ലാം ഇതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് എന്താ തുടച്ച് വൃത്തിയാക്കിയെന്നല്ല, ഞാൻ പുറത്ത് മാത്രമേ തുടച്ചത്. ഒന്നും ഇതാക്കിയിട്ടായിരുന്നു. ഇതായിരുന്നോ? ഹായ് പറയ്. ശരിക്കും 6 മാസമായി നമ്മൾ ബഹ്റൈനിൽ വന്നിട്ട്. 6 മാസം 4 ദിവസമായി ശരിക്കും പറഞ്ഞാൽ. 6 മാസം പോയതൊന്നും അറിയില്ല ശരിക്കും പറഞ്ഞാൽ. പെട്ടെന്ന് കടന്നു പോയ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നല്ല രസമുണ്ടായിനി. 6 മാസം ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട് ലൈഫ്. എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫീലാണ്. എന്താ പറഞ്ഞാൽ ആടെ ഇവിടെ ആയിട്ട് നിൽക്കുന്നത് ഭയങ്കര ഫീലുള്ള സംഭവമാണ് ഞങ്ങൾക്ക്. അപ്പോൾ ഈ 6 മാസം ഒരുമിച്ചുണ്ടായി എന്ന് പറയുമ്പോൾ ഭയങ്കര എന്താ പറയുക, എന്തോ ഒരു ലോകത്താണ് ഞാൻ. അത്ര ഹാപ്പി ഉണ്ടായിന്. അപ്പോൾ വിചാരിക്കുന്നുണ്ടോ വഴക്കൊന്നും വഴക്ക് നടന്നിട്ടുണ്ട്. ഞങ്ങൾ ഒന്നിച്ചിട്ടുണ്ടാകുമ്പോൾ ഈ 6 മാസത്തിൽ ഞങ്ങൾ വഴക്കിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സ്നേഹവും വഴക്കും എല്ലാം ഉണ്ടായ ഒരു 6 മാസമായിരുന്നു ശരിക്കും പറഞ്ഞാൽ. 1-2 വഴക്ക് നല്ല പീക്ക് ലെവലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. സ്നേഹമായാലും അങ്ങനെ നല്ല എന്താ പറയുക, ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ബഹ്റൈനിൽ. അതാണ് എനിക്ക് ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ ഉള്ളത്. പിന്നെ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ട് തുടങ്ങിയതാണ്. കാരണം വൈകുന്നേരം നടക്കാൻ പോകുന്നു, അത് കുറേ ആൾക്കാരെ പരിചയപ്പെട്ടു. ഇപ്പം എന്ന് പറഞ്ഞാൽ വൈകുന്നേരം നടക്കാൻ പോകുന്നുണ്ടല്ലോ, ആ സമയത്ത് കുറേ ആൾക്കാർ ഇപ്പം എന്നെ പരിചയമായി. അവർക്കെല്ലാം അവർ ഡെയിലി മിണ്ടും, അതെല്ലാം നല്ല രസമുണ്ടായിരുന്നു. അവർ എല്ലാവരുടെയും ഇന്ന് ഞാൻ വൈകുന്നേരം നടക്കാൻ പോയിനായിരുന്നു. ഞാൻ പറഞ്ഞു എല്ലാവരോടും ഞാൻ പോകുന്നു, നാട്ടിൽ പോകുന്നു അങ്ങനെ. അപ്പോൾ ഞാൻ കാസർഗോഡ് എന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ് അങ്ങനെ മിണ്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ടും പറയലുണ്ട് നിൻ്റെ ലാംഗ്വേജ് കുറച്ചും മാറ്റമുണ്ട്, കാസർഗോഡിലത്തെ അതുപോലെ അല്ല നീ സംസാരിക്കുന്നതിന് പറയലുണ്ട്. പക്ഷേ എന്നാലും ചില വേർഡ്സ് എല്ലാം മാറ്റമുണ്ടല്ലോ. അപ്പോൾ അതെല്ലാം അവർക്ക് ഇൻട്രസ്റ്റാണ് കാസർഗോഡ് എന്ന് പറയുമ്പോൾ. പിന്നെ കുറേ ഇംഗ്ലീഷ് സംസാരിക്കുന്നവരെ കുറേ ആൾക്കാരെ പരിചയപ്പെട്ടിട്ടുണ്ട്. ബഹ്റൈനിൽ തന്നെ 2 എനിക്ക് പരിചയമുണ്ട്. അവരൊക്കെ ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ വലിയ ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റ് ഉള്ള ആളല്ല. ഞാൻ ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റ് ഉള്ള ആളെങ്കിലും ഞാൻ ഇടന്നെ ജോലി എന്തായാലും ഇടന്നെ നോക്കട്ടെ. അതാണ് എൻ്റെ മെയിൻ പ്രശ്നം. ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റ് ആയിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ഇവിടെ ജോലി നോക്കട്ടെ. ഞാനിപ്പോൾ എന്തായാലും നാട്ടിലൊരു ജോലി സെറ്റാക്കണം, അങ്ങനെ നാട്ടിൽ പോകണം എന്തായാലും. ഇവിടെ ഇങ്ങനെ റൂമിലിരിക്കുന്നത് ഭയങ്കര ബോറിങ്ങാണ്. ഇപ്പോൾ കുഞ്ഞ് ചെറുതായതുകൊണ്ടാണ് ഞാൻ പ്രശ്നമില്ല, കുഞ്ഞിക്ക് വേണ്ടിയിട്ടുള്ള ടൈമാണ് ഞാനിപ്പോൾ 2 വർഷമായിട്ട് മാറ്റി വെച്ചത്. ഇനിയിപ്പോൾ നെക്സ്റ്റ് എന്തായാലും ഒരു ജോലി നോക്കണം, നാട്ടിൽ പോകണം, അങ്ങനെയെല്ലാം പ്ലാനുണ്ട്. നടക്കുമെന്നറിയില്ല. ഹായ് പറയും. ശരിക്കും യൂട്ടിക്ക് പിന്നെ രതീഷേട്ടനും എന്താ ലെക്ക് ഉണ്ടെന്ന് വിചാരിക്കും, വേറെ ഒന്നും ഉണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് പുറത്ത് നാട്ടിലും അതുപോലെ തന്നെ ദുബൈയിലും അതുപോലെ തന്നെ നാട്ടിലുള്ള ഫാമിലീസിൽ മെയിൻ വരുന്നത് കുഞ്ഞുങ്ങളായാൽ അവർക്ക് അയ്യോ വീണ്ട. ഇപ്പോൾ അച്ഛന് ഇപ്പം എൻ്റെ ഫ്രണ്ട്സിൽ ഒരുപാട് ആൾക്കാർ ഗൾഫിലുണ്ട്. അവർ പറയും അവർക്ക്
കുട്ടികളിപ്പോൾ ജനിച്ചിട്ട് ഹോസ്പിറ്റലിൽ കണ്ടിട്ട് പോകുന്നതാണ്, പിന്നെ വരുന്നത് 1-2 വർഷം കഴിഞ്ഞിട്ടാണ്. പക്ഷെ ആ സ്ഥാനത്ത് ഇവർക്ക് 6 മാസം ഒന്നിച്ചിട്ട് 6 മാസമല്ല കേട്ടോ, അതിനേക്കാളും കൂടുതൽ തന്നെ കിട്ടിയെന്ന് പറഞ്ഞാൽ അനിയൻ്റെ മാരേജ് ഉണ്ടായതുകൊണ്ട് തന്നെ ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഏകദേശം ഒരു വർഷം വരെ ഒന്നിച്ച് തന്നെ ഉണ്ടായി എന്ന് തന്നെ പറയാം. അപ്പോൾ എല്ലാം അറിഞ്ഞു, എന്താ ഓള് ഇരിക്കുന്നതും നടക്കുന്നതും എല്ലാ ടൈമിലും ഒന്നിച്ചുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവക്കും ലക്കാന്ന് തന്നെ, എന്താ രതിശേട്ടനും ലക്കാണ്. പൊതുവെ അത് കിട്ടാറില്ല ഇങ്ങനെ പുറത്താന്ന് ഉള്ളതെങ്കിൽ. അപ്പോൾ ആ കാര്യത്തിലൊരു എന്താ പറയുക സമാധാനമുണ്ട്. പിന്നെന്താ പറയുക, ബഹ്റൈൻ എങ്ങനെ ഉണ്ടായിന്ന് ചോദിച്ചാൽ എനിക്ക് ബഹ്റൈൻ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, ഒരു കാര്യത്തിൽ ഈ റൂമിലുള്ള മടുപ്പ് അത് ഭയങ്കര ബോറിംഗ് ആണ്. എനിക്ക് ചില സമയത്ത് ഭയങ്കര ബോറടിക്കും. ആ സമയത്താണ് എനിക്ക് ബിസി ലൈഫ് ഇഷ്ടമല്ല. ബിസി ലൈഫ് രതിശേട്ടനാണെങ്കിൽ ബിസി ലൈഫാണ്. ഞങ്ങളെ മെയിൻ വർക്കിന് കാരണം അതാണ്, ആ ബിസിയാണ്. എനിക്ക് ബിസി ലൈഫ് പൊതുവേ ഇഷ്ടമല്ലാത്ത ആളാണ് ഞാൻ. ഫുൾ ടൈം ബിസി 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 അങ്ങനെ പറയുന്നത് എനിക്കിഷ്ടമല്ല. അപ്പോൾ അതാണ് ഞങ്ങളെ അടുക്ക് വരുന്ന ക്ലാഷിന് എന്താ പറയുക കാരണം എന്ന് പറയാം. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുമെന്ന് എനിക്കറിയാം. നിങ്ങൾ എന്തായാലും എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്തിട്ട് പോകും. അതുകൊണ്ട് ഇവിടുത്തെ എനിക്ക് മിസ്സാകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ റൂം ഈ റൂം എന്തായാലും ഞാൻ മിസ് ചെയ്യും. ഈ റൂമിൽ ഒരുപാട് ഓർമ്മകളുണ്ട്, നല്ല നല്ല ഓർമ്മകളുണ്ട്. അതുകൊണ്ട് ഈ റൂം നല്ലോണം മിസ് ചെയ്യും. അതുപോലെ തന്നെ പിന്നെ വൈകുന്നേരം ഞങ്ങളെ ഇപ്പം ഞാനൊരു സിനിമ വെച്ചിട്ടുള്ളതാണ്. അതൊരു കാര്യം പറയുന്നത്, ഞാൻ എല്ലാ പഴയ സിനിമ നോക്കിയിട്ടാണ്. നമ്മൾ മുമ്പ് കണ്ട സിനിമ അല്ലേ, അതെല്ലാം വീണ്ടും കുത്തിരുന്ന് കാണുന്ന പണിയാണ്. ഇപ്പോൾ എനിക്ക് രാത്രിയെല്ലാം ഞാൻ സിനിമ കാണാറുണ്ട്. ഇപ്പോൾ ഇതാ സുന്ദര കില്ലാടി പഴയ സിനിമയാണ്. ഇത് ഞാൻ നോക്കുന്നുണ്ട്. എല്ലാം പഴയ സിനിമ ഒരുപാട് നോക്കി ഞാൻ. ഇപ്പോൾ അതൊരു രസമാണ്. അതൊരു എന്താ പറയുക ഓർമ്മകളെന്ന് അറിയാമല്ലേ, അതൊരു രസമായിട്ട് ഉള്ളൊരു ഫീലാട്ടോ. പഴയ ഈ പുതിയ സിനിമ യൂട്യൂബിലെന്നാൽ എനിക്ക് നല്ല നല്ല സിനിമ ഒന്നും കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പഴയ സിനിമ ഇരുന്ന് നോക്കിയിരിക്കും. വൈകുന്നേരം ഒരു 8 മണി 9 മണി ആ സമയത്ത് ഞങ്ങൾ നല്ല ഒച്ചത്തിൽ സൗണ്ട് വെച്ച് ഞങ്ങളുടെ പാട്ടും ഡാൻസും അത് ഞാൻ മിസ് ചെയ്യും. ഇതൊന്നും ഒരിക്കലും തിരിച്ചു കിട്ടാല്ല. നാട്ടിൽ പോയാൽ തിരിച്ചുറപ്പ് കിട്ടാല്ല എന്നുള്ള ഒരു സംഭവമാണ് ഇത്. ഇങ്ങനെ പാട്ട് വെക്കുക, ഡാൻസ് കളിക്കുക, ഇതൊന്നും എനിക്ക് നാട്ടിൽ പോയാൽ കിട്ടാല്ല. ശരിക്കും പറഞ്ഞാൽ നാട്ടിലുള്ള ഒരുപാട് സംഭവം ഇവിടെ ബഹ്റൈനിൽ എനിക്ക് കിട്ടുന്നില്ല, അത് മിസ് ചെയ്യുന്നുണ്ട്. ഇവിടെ കിട്ടുന്ന ഒരുപാട് സംഭവം ബഹ്റൈനിൽ കിട്ടാല്ല, നാട്ടിൽ കിട്ടാല്ല. അതെനിക്ക് ഉറപ്പുള്ള സംഭവമാണ്. പൊതുവെ അങ്ങനെയാണ്. ഇന്നലെ ഞാൻ പോകുന്നവരോട് പറയുമ്പോൾ പറഞ്ഞു, ഇനിയുടെ ഭയങ്കര ചൂടാണ്, പോകുന്നതായിരിക്കും നല്ലത്, ഭയങ്കര ചൂട് വരുന്നുണ്ട്, അതുകൊണ്ട് പോകുന്നതാണ് നല്ലത്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ ഇഷ്ടപ്പെടും, പക്ഷേ നിങ്ങൾക്ക് നാട്ടിൽ കിട്ടുന്ന ഒരുപാട് സംഭവം നിങ്ങൾക്കിവിടെ കിട്ടല, മിസ്സാവും. പിന്നെ നാട്ടിലെ ജോലി നോക്കുന്നത് നല്ലതെന്ന് എന്നോട് താഴത്തെ ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നലെ. അപ്പോൾ എനിക്കും തോന്നുന്നുണ്ട് ശരിയാണ്, നാട്ടിൽ കിട്ടുന്ന ഇവിടെ റൂമും ജോലി ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രം. ഇവിടെ കാണാൻ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. വേറെ എന്താ പറയുക, എന്താണെങ്കിൽ 7 മാസം എന്തായി ഡ്യൂട്ടിക്ക് 7 മാസം ഉണ്ട് നമ്മളിങ്ങോട്ടേക്ക് വന്നത്. 7 മാസം എന്ന് പറയുമ്പോൾ അവൾ ജസ്റ്റ് ഇങ്ങനെ പിടിക്കാന്ന് കമ്മിയാനൊന്നും തുടങ്ങിയിട്ടായിരുന്നു, ഇങ്ങനെ പിടിച്ചോണ്ടേ ഇപ്പോൾ നടന്ന് ഓടുന്നുണ്ട്. അത്ര വലിയ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് അവർ ഭയങ്കര വെയിറ്റിങ്ങിലാണ്. പിന്നെ ഇതാ ഞങ്ങൾ ചെറിയൊരു അക്വേറിയം ഉണ്ട്, ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് അക്വേറിയം. ഇത് ഞങ്ങൾ വേറെ ഒരാൾക്ക് കൊടുക്കുന്നുണ്ട്. നാട്ടിൽ പോകുമ്പോൾ ഫുഡെല്ലാം കാര്യങ്ങൾ സെറ്റ് ആവില്ല എന്നിട്ട് ഇത് ഞങ്ങൾ പോകുമ്പോൾ ഒരാൾക്ക് കൊടുത്തു. വേറെ എന്താ മിസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ജീവിത രീതി എന്ന് പറഞ്ഞാൽ ലേറ്റായിട്ട് എണീക്കുക, ഫുഡും ഇടയ്ക്ക് മടി വരുമ്പോൾ ഫുഡ് ഉണ്ടാക്കുക. എന്നാലും ഇതുവരെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഏകദേശം മെലിഞ്ഞു എന്ന് പറയലുണ്ടല്ലോ, ഏകദേശം ആൾ മെലിഞ്ഞു എന്ന് പറയലുണ്ട്. അതിന് മെയിൻ കാരണമുണ്ട്. എന്താ പറഞ്ഞാൽ ഞാനിവിടെ നാട്ടിലായിരിക്കുമ്പോൾ ഉണ്ടല്ലോ ഏകദേശം ചിക്കനാണ് കഴിക്കുന്നത്. ഇപ്പോഴും മന്തിയും അങ്ങനെയാണ് നൈറ്റൊക്കെ കഴിക്കുന്നത്. അതിപ്പോൾ പൊതുവേ ഞാൻ പറയുന്നുണ്ട് അങ്ങനെ ചിക്കൻ കഴിക്കേണ്ട, നല്ലതല്ല എന്ന് പറയലുണ്ട്. ഇവിടെ വന്നതിന് ശേഷം ഒരു വീക്ക് മൊത്തം ചിക്കനില്ല, ഒരു വീക്ക് ചിക്കൻ ഉണ്ടാവും. അങ്ങനെയായിട്ട് പോയത്, ചിക്കൻ ഇല്ലാത്ത വീക്ക് എടുക്കുന്നുണ്ടാവും. പക്ഷേ ചിക്കനൊന്നും ഇല്ലാത്ത കഴിക്കുമ്പോൾ സാധാരണ പച്ചക്കറികൾ ഇത് മാത്രമായിട്ട് ഫുഡ് കഴിച്ച ദിവസമെല്ലാം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ മെലിഞ്ഞിട്ടുണ്ട്, ഫുഡിൻ്റെ മെലിഞ്ഞിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ വലിയ ഫുഡിൽ നല്ല എക്സ്പേർട്ടൊന്നുമല്ല, പക്ഷേ ഇവിടെ വന്നിട്ട് ഒരുപാട് ഫുഡ് പഠിച്ചുവിട്ടാൽ നല്ലോണം അതിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഞാൻ അതിൽ എടുത്തു പറയേണ്ട സംഭവമാണ് എൻ്റെത്. നല്ല രീതിക്ക് ഫുഡ് ഉണ്ടാക്കാൻ പഠിച്ചു ഇപ്പോൾ ഞാൻ. പിന്നെന്താ, അങ്ങനെ ആയിരിക്കും മെയിൻ കാരണം. അല്ലാണ്ട് ഞാൻ ഫുഡെല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നത്, ഞാൻ വന്നിട്ട് 6 മാസം ഒരു ഡേ ആണ് ഉച്ചയ്ക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിച്ചത്. അല്ലാണ്ട് എല്ലാ ദിവസവും ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കഴിച്ചതാണ്. നൈറ്റ് അടുക്ക് മടിയാകുമ്പോൾ പുറത്തുനിന്ന് കഴിക്കും, അതുണ്ടായിരുന്നു. പിന്നെ രാവിലെ അടുക്ക് ബ്രെഡ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. എപ്പോഴും ഇല്ല കേട്ടോ, ഒരു 6 മാസത്തിൽ ഒരു 10 തവണ എന്തോ ബ്രെഡ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ബാക്കി എല്ലാ ദിവസവും ഫുഡ് ഉണ്ടാക്കും, ദോശ എന്തെങ്കിലും ഉണ്ടാക്കും ഞാൻ.
പിന്നെന്താ ഈ കുട്ടി ഉണ്ടായിട്ട് എന്തായാലും അവൾക്ക് ഫുഡ് കൊടുക്കണമല്ലോ. അപ്പോൾ ഞാൻ ഫുഡ് ഉണ്ടാക്കാണ്ടിരിക്കില്ല, രാവിലെ ഉണ്ടാക്കും, ഉച്ചക്കും ഉണ്ടാക്കും. നൈറ്റ് വ്യാഴാഴ്ച ഏകദേശം വ്യാഴാഴ്ചയും പുറത്തുനിന്ന് അയക്കുന്നത്. പിന്നെ അങ്ങനെ പിന്നെ അതാ ഞാൻ പറഞ്ഞത് ലൈഫ് സ്റ്റൈലിൽ നല്ല മാറ്റമുണ്ട് എന്ന് പറഞ്ഞാൽ വീട്ടിലായാലും ഇടായാലും ലൈഫ് സ്റ്റൈലിൽ നല്ല മാറ്റമുണ്ട്. വീട്ടിൽ പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെന്ന് പറയുമ്പോൾ നമുക്കൊരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ഉണ്ടാവും. ഇങ്ങനെ ഇത് രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം ഇങ്ങനത്തെ ഒരു അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോവാം. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ കുറേ ഓർമ്മകളും കുറേ കാര്യങ്ങളും നഷ്ടപ്പെടും. വഴക്കുണ്ടായിട്ടുണ്ട് കേട്ടോ, ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടാകുമ്പോൾ നല്ല പീക്ക് ലെവലെത്തും വഴക്ക്. പിന്നെയുള്ള ഒരു കൂടിച്ചേരലുണ്ടല്ലോ, അത് രസമാണ് വഴക്കുണ്ടായിട്ട്. അപ്പോൾ പൊതുവേ ഹസ്ബൻഡായാലും വൈഫായാലും വഴക്കുണ്ടാവുമല്ലോ, പൊതുവെ അത് സാധാരണയാണ്. വഴക്കില്ലാത്ത ഇങ്ങനെ എപ്പോഴും ഒരേ റൂട്ടിൽ പോകുന്നതിനേക്കാളും നല്ലത് ഇടയ്ക്ക് വഴക്കുണ്ടാക്കുക, പിന്നെ ഒരു കൂടിച്ചേരൽ, അതെല്ലാം രസമാണ്. അതെല്ലാം എൻജോയ് ചെയ്തു ശരിക്കും പറഞ്ഞാൽ. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇപ്പോഴാണ് അതെല്ലാം എൻജോയ് ചെയ്യുന്നത്. ആ വഴക്കും അതിന് ശേഷമുള്ള ഒരു കൂടിച്ചേരലും അതെല്ലാം രസമാണ്, നല്ല രസം. പിന്നെന്താ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുക, ഇതെല്ലാം നല്ല ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ്. ഇതൊന്നും നമുക്ക് പറഞ്ഞാൽ ഞാൻ നാട്ടിലും രതീഷേട്ടൻ ബഹ്റൈനിലാകുമ്പോൾ ഇതൊന്നും നമുക്ക് കിട്ടലില്ല. ഒന്നിച്ചുള്ള സിനിമ ഇതൊന്നും കിട്ടലില്ല, ഒന്നിച്ച് പുറത്ത് പോകല് ഇതൊന്നും കിട്ടലില്ല. ശരിക്കും ഇതെല്ലാം എനിക്ക് കിട്ടിയത് ഇപ്പോഴാണ്, ഈ 6 മാസത്തിലാണ്. നാട്ടിൽ വരലുണ്ട്, കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരുപാട് തവണ നാട്ടിൽ വന്നിട്ടുണ്ട്. പക്ഷേ വരുന്നത് പറഞ്ഞാൽ ഭയങ്കര ബിസിയുള്ള സമയത്താണ് വരുന്നതെന്ന് പറഞ്ഞാൽ തെയ്യം, അതുപോലെ തന്നെ അനിയൻ്റെ കല്യാണം. നാട്ടിൽ 2 തവണ വന്നത് തെയ്യത്തിനാണ്. പിന്നെ ഓണം, ഇതെല്ലാം തിരക്കുള്ള സമയമാണ്. ആ സമയത്തൊന്നും നമുക്ക് എന്താ പറയുക സിനിമക്ക് പോകാനും അതുപോലെ തന്നെ ഒന്ന് പുറത്ത് പോകാനും ഒന്നും സമയം കിട്ടില്ല. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ടുള്ളൊരു സമയമായിരുന്നു ഞാനിവിടെ വന്നത്. പക്ഷേ ആൾ ഭയങ്കര ബിസിയാണ്, രാത്രി 10 മണിക്ക് വരുന്നത്. അപ്പോൾ അതെല്ലാം ബോറടിക്കുക, അങ്ങനെയുള്ള വഴക്കാണ് ഞങ്ങളിവിടെ നടന്നിട്ടുള്ളത്. എന്നാലും ഞാൻ കഴിഞ്ഞ തവണ വരുന്നതിനേക്കാളും ഭയങ്കര ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് നല്ലോണം. അതിൽ ഞാൻ ഹാപ്പിയാണ്, നല്ലോണം ഹാപ്പിയാണ്. ഇപ്പോൾ നാട്ടിൽ പോകുമ്പോൾ സങ്കടം അത് തന്നെയാണ്. ഇനി വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ആണെന്നുള്ള ലൈഫ്, അതാണ് എന്നെ ഭയങ്കര സങ്കടപ്പെടുത്തുന്നത്. പിന്നെ എന്താ വെയിറ്റ് ചെയ്യുന്നില്ലേ, അതൊരു ത്രില്ലാണ്. ഇനി ഇപ്പോൾ ഓണത്തിന് വരും, അപ്പോൾ വെയിറ്റ് ചെയ്യുന്നില്ല, അതൊരു നല്ല രസമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നാളെ ഞങ്ങൾ പോവാണ്. ഇനി ഞാൻ നാളെ മുതൽ നമ്മളെ നാട്ടിലത്തെ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ ടാറ്റ ബൈ ബൈ, ഒരു നല്ല വീഡിയോ ആയി കാണാം. ടാറ്റ ബൈ ബൈ. ഇവിടെ ടാറ്റ പറയുന്ന ആളതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ.